നമസ്കാരം. കുറച്ചുകാലം മുമ്പ് ഞാൻ വീടിന്റെ മുറ്റത്തിരുന്ന് ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകനും എന്നെ സഹായിക്കാനായിട്ട് അടുത്തുണ്ട്, സത്യ. അപ്പോൾ ഈ ഗ്രാമപ്രദേശമാകുമ്പോൾ ഒരുപാട് ഈ ഭിക്ഷക്കാരിങ്ങനെ യാചകർ കടന്നു വരും. അപ്പോൾ അന്നൊരു യാചകൻ കടന്നു വന്നു. അധികം പ്രശ്നമില്ലാത്ത ഒരാളാണ്, ഇത് മധ്യവയസ്കനായ ഒരാളാണ്. അപ്പം ഈ യാചകൻ കാണാതെ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എടുത്തോടെ കൊടുക്കുക. അപ്പം അങ്ങനെ ഞാനും സത്യയോട് പറഞ്ഞു, സത്യ ഒരു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി പേഴ്സിൽ നിന്ന് പൈസ എടുത്തോടെ കൊടുക്കാനാണ്. ഒരുപാട് ചില്ലറ പൈസയൊക്കെ പേഴ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ കക്ഷി മോൻ ഭാഗത്ത് പോയിട്ട് എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഭിക്ഷക്കാരനെ കൊടുത്ത സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇവൻ കൊടുത്ത 500 രൂപയുടെ നോട്ടാണ്. ആകെ ആ പേഴ്സിലുണ്ടായിരുന്ന 500 രൂപയായിരുന്നു. അയാൾ ഇങ്ങനെ എന്നെയും തൊഴുത് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നടന്നു പോയപ്പോൾ ഞാൻ പറയാം, നീ എന്തൊരു പണിയാണ് കാണിച്ചത്? ഞാൻ നിന്നോട് 5 രൂപ കൊടുക്കാനല്ലേ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ലല്ല അച്ഛൻ 500 കൊടുക്കാനാണ് പറഞ്ഞു. ഞാൻ പറയാം, 5 രൂപ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് കാണിച്ചത്, അതായത് 5 ഇങ്ങനെ കാണിച്ച 50, ഇങ്ങനെ കാണിച്ചാൽ 500, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇക്കണക്കിന് നീ 10 ഭിക്ഷക്കാരോട് വരുവാണെങ്കിൽ എന്നെ ഭിക്ഷക്കാരനാക്കുമല്ലോ എന്ന് പറഞ്ഞു. ഇത് ഇവൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇവൻ ഈ പറഞ്ഞത് ഈ തിയറട്ടിക്കൽ നോളജ്, ഈ ലോജിക്ക് വെച്ചാണ് പറഞ്ഞത് ഈ സംഭവം. പക്ഷെ ഞാൻ പറഞ്ഞ സാഹചര്യം കൊണ്ടാണ്. അപ്പോൾ ഏതൊരു മുതിർന്ന ആൾക്കാരോട് നമ്മളെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഇത് ഒരു ഭിക്ഷക്കാരനാണ്, അതുകൊണ്ട് ഒരു 5 രൂപ തന്നെ കൊടുക്കണമെന്നൊക്കെ കരുതി അവർ ചോദിക്കാറ്. ഇവരിത് മനസ്സിലായില്ല. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, പക്ഷേ സാഹചര്യങ്ങളെ വായിക്കാൻ അറിയത്തില്ല. അതാണ് വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ഇവർക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ട്, ഇവർ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, ഗെയിം കളിക്കും, മൊബൈലിനോട് അഡാപ്റ്റ് ചെയ്യും, പക്ഷേ ഇവർക്ക് സാഹചര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ അറിയില്ല. ഇത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമൊന്നുമല്ല, ഇത് ഭാഷയുടെ പ്രശ്നമല്ല, ഇത് ശരിക്കും തിരിച്ചറിവിന്റെ പ്രശ്നമാണ്. ഇത് ശരിക്കും എന്താ പറയുക, സാഹചര്യങ്ങളെ വായിക്കാനുള്ള കഴിവുകേടാണ്. സത്യം പിന്നീട് അങ്ങനെ ചെയ്തിട്ടില്ല. അവന് കാര്യം മനസ്സിലായി. ഇപ്പോൾ അവൻ ഏത് കാര്യങ്ങളെയും ആ ഒരു വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്.